തരംഗം തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം ആവർത്തിച്ച് പ്രതിഫലിക്കും. 10,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇന്നലെ പാലക്കാട് വോട്ടിന് പണം കൊടുത്തു എന്ന് പറഞ്ഞൊരു വിവാദം വന്നിട്ടുണ്ട്. അതിൽ KPCCയുടെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ട്, പേപ്പറിലുണ്ടല്ലോ. അല്ല, എന്താ പറയാനുള്ളത്? അത് നമുക്കറിയാലോ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ശ്രമം പണാധിപത്യമായിട്ടത് മാറാൻ പാടില്ല. അത് കർശനമായിട്ട് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. കണ്ണൂരിൽ എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? കണ്ണൂര് ഭൂരിപക്ഷ സീറ്റുകൾ 11 സീറ്റും. അത് അത്രയും പറയുമോ? ഞാൻ പറയുമോ? അതെ, 3 പ്രാവശ്യം ജയിച്ചു. 4ാമത്തതിന് കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടില്ലേ, പാർലമെന്റ് ഇലക്ഷനിലെ റിസൾട്ടില്ലേ, ജനവികാരമില്ലേ, അതെല്ലാം നമുക്ക് സർവേകളൊന്നും വലിയ മെജോറിറ്റി ഒന്നും UDFന് പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ സർവേയിൽ, കഴിഞ്ഞ 2021 ഇലക്ഷനിൽ പല മേജർ ചാനലുകളും ഞാൻ നോക്കുന്നായിരുന്നു സർവേ. എനിക്ക് ജനങ്ങളെ സർവേ നന്നായിട്ടറിയാം, ജനമനസ്സറിയാം. ഞാൻ ഏത് ഇലക്ഷനിലും ഇവിടുത്തെ എൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടോ അതായിരുന്നു എൻ്റെ ഭൂരിപക്ഷം. അടിയൊഴുക്കുകൾ UDFന് അനുകൂലം എന്നാണ് കരുതുന്നത്. എല്ലാ ഒഴുക്കുകളും, അടിയെല്ലാം, മുകളിലത്തെ ഒഴുക്കും അടിയിലെ ഒഴുക്കും എല്ലാം നമുക്ക്. ഏറ്റവും അവസാനമായി CPMന്റെ ഭാഗത്ത് ഈ പറയുന്ന വയനാട് ഫണ്ട് നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പോലും അതെ, നികേഷിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. നികേഷിനെ പോലെ സാധാരണഗതിയിൽ വിവരമുണ്ടെന്ന് ധരിക്കുന്ന ആൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? വേറൊരു അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ അക്കൗണ്ട് ഏതാണ്? അതിൻ്റെ നമ്പർ വേണ്ടേ? അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ വേണ്ടേ? ഏത് ബ്രാഞ്ചിലാണ്, ഇത്ര നമ്പർ അക്കൗണ്ടാണ്, അതിലേക്ക് എത്ര പൈസ വന്നു? കാർഡ് അടച്ച് വെടിവെക്കാവോ? കണ്ണടച്ചിരുട്ടാക്കാവോ? പിന്നെ പറഞ്ഞു ഒരു വിദേശ വ്യവസായിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു. അത് ഏത് വ്യവസായി, ഏത് അക്കൗണ്ടിലേക്ക്, എത്ര രൂപ? ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള, അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലുള്ള വൻ തട്ടിപ്പ് വെട്ടിപ്പ്, അതിനെ മറച്ചു പിടിക്കാൻ ഈ വിഫല ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, വയനാട് ഫണ്ടിൽ എത്ര പൈസ കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ പൈസ KPCCയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് ചെലവ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനിവിടെ കണക്കുകൾ സഹിതം എൻ്റെ വീട്ടിൽ വെച്ചാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനെ ഖണ്ഡിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോൾ അവർ ഉരുണ്ട് കളിക്കുക. ശബരിമല വിഷയവും അയ്യപ്പ സംഗമവും മറ്റ് അഴിമതി കേസുകളും മറച്ചു പിടിക്കാൻ വേണ്ടി ഈ ഓലപ്പടക്കം, ഇത് പൊട്ടാത്ത പൊട്ടാസാണ്. ഇത് ചീറ്റിപ്പോവും, ചീറ്റി കഴിഞ്ഞു. ടോണ് മാറുന്നത് ശരി തന്നെ. കാരണം എന്നാ, ഐ എം മോർ സിൻസിയർ ഇൻ ഇറ്റ്. സത്യമേ ഞാൻ പറയാറുള്ളൂ, രാഷ്ട്രീയത്തിൽ സത്യം പറയാറുള്ളൂ. അങ്ങനെയാണ് ആ പൈസ കണക്ക് പറഞ്ഞെടുത്ത് നികേഷിനെ പോലത്തെ ഒരാൾ ഞങ്ങൾ നടപടി തന്നെ സ്വീകരിക്കും. നികേഷ് ഉത്തരം പറയും, ഉത്തരം പറയിച്ചിരിക്കും. 2 അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കും ഫെഡറൽ ബാങ്കും ഉണ്ടായിരുന്നു എന്നാണല്ലോ, അത് അങ്ങനെ തന്നെയല്ലേ? അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചോ? ആ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏത് അക്കൗണ്ടിലാണ്, എത്ര പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ ഞാൻ പറഞ്ഞ കാർഡടച്ച് വെടിവെക്കുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, കാരണം അതല്ല ഇവിടുത്തെ റിലവൻറ്റ് പോയിന്റ്സ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചില്ല? ഉണ്ടെങ്കിൽ വായിക്കണം, ഇല്ലെങ്കിൽ വായിക്കണം. അനുയായികളായിട്ടുള്ള KR ഖാദറിനെ പോലുള്ള ആളുകളൊക്കെ